കുറച്ച് നാളുകൾക്ക് മുൻപ് ലക്ഷദ്വീപിൽ പ്രഫുൽ പട്ടേൽ എന്ന അഡ്മിനിസ്ട്രേറ്ററെ വെച്ച് കേന്ദ്രം ഭരിക്കുന്ന ബി സർക്കാർ ദ്വീപ് തകർക്കാൻ നോക്കുന്നുവെന്ന ആരോപണമുയർന്നു. അന്ന് കേരളത്തിലെ സാംസ്കാരിക നായകരും സിനിമാ താരങ്ങളുമടക്കം നിരവധി പ്രമുഖരാണ് ലക്ഷദ്വീപിനു വേണ്ടി പരസ്യമായി രംഗത്തെത്തിയത്. എന്നാൽ ഇന്ന് ലക്ഷദ്വീപ് എന്ന ചെറുപ്രദേശം നരേന്ദ്രമോദി എന്ന ലോകാരാധ്യനായ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ലോകത്തിന് മുന്നിൽ അവരുടെ വിസ്മയങ്ങൾ അഭിമാനത്തോടെ അവതരിപ്പിക്കുകയാണ്. അന്ന് ദ്വീപിന്റെ ബഹുസ്വരതയും സഹോദര്യവും ഒക്കെ തകർക്കുമെന്ന് കേരളത്തിലെ സാംസ്കാരിക ജീവികൾ അലമുറയിട്ട അന്നത്തെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഖോഡ പട്ടേൽ തന്നെയാണ് ഇന്നും ലക്ഷദ്വീപിന്റെ ഭരണ ചുമതലയിൽ തുടരുന്നത് എന്നുള്ളത് മറ്റൊരു യാദൃച്ഛികത കൂടിയാകാം. ലക്ഷദ്വീപിലെ അവിസ്മരണീയമായ കാഴ്ചകളും അനുഭവങ്ങളും പങ്കുവച്ച നരേന്ദ്രമോദി ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ സൗന്ദര്യം എത്തിക്കുകയായിരുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടെ നിന്ന ഭാരതത്തെ തള്ളിപ്പറഞ്ഞ മാലിദ്വീപിന് പകരമായി ഭാരതീയരൊന്നാകെ ലക്ഷദ്വീപിന്റെ മനോഹാരിതയിലേക്ക് ഇറങ്ങുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. വരും ദിവസങ്ങളിൽ 20,000 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ലക്ഷദ്വീപിലേക്ക് എത്തുകയാണ്. മാലദ്വീപിന് ബദലായി ലക്ഷദ്വീപ് എന്നുള്ള ക്യാമ്പയിൻ സാമൂഹിക മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിക്കുന്നു. ഭാരതത്തിന്റെ അന്തസ്സിനെ വെല്ലുവിളിച്ച മാലദ്വീപിന്റെ ഈ പ്രതികരണം ഒരിക്കലും സഹിഷ്ണുതയോടെ ഭാരതത്തിലെ ജനങ്ങൾ സ്വീകരിക്കില്ല എന്നുറപ്പാണ്. ബോളിവുഡ് സെലിബ്രിറ്റികൾ മുതൽ കായിക താരങ്ങൾ വരെ മാലദ്വീപിനെതിരെയുള്ള തങ്ങളുടെ പ്രതിഷേധം പരസ്യമായി സമൂഹ മാധ്യമങ്ങളിലൂടെ രേഖപ്പെടുത്തുന്നു. എക്കാലത്തും ഇന്ത്യയുടെ സുഹൃത്ത് രാഷ്ട്രമായിരുന്ന മാലദ്വീപിനെ ചൊടിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ലക്ഷദ്വീപ് സന്ദർശിച്ച നരേന്ദ്രമോദി അവിടുത്തെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ദ്വീപിലേക്ക് സന്ദർശകരെ ക്ഷണിച്ച് കഴിഞ്ഞ വ്യാഴാഴ്ച സമൂഹ മാധ്യമമായ എക്സിൽ പോസ്റ്റ് ഇട്ടിരുന്നു. എന്നാൽ ലക്ഷദ്വീപിലെ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കുവച്ച സമൂഹ മാധ്യമ പോസ്റ്റിനെതിരെ മാലദ്വീപിലെ ഡെപ്യൂട്ടി മന്ത്രിമാരായ മറിയം ഷിയൂന, മൽഷ ഷെരീഫ്, അബ്ദുള്ള മഹീസും മജീദ് എന്നിവർ പരസ്യമായി രംഗത്തെത്തുകയായിരുന്നു. മാലദ്വീപിന് വേണ്ടിയുള്ള പ്രധാനമന്ത്രിയുടെ സമൂഹ മാധ്യമ പോസ്റ്റ് മാലദ്വീപിലെ ടൂറിസം തകർക്കാനാണെന്നാണ് ഈ മന്ത്രിമാരുടെ ആരോപണം. ഇതിലേറ്റവും ഗുരുതരമായ പദപ്രയോഗങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിച്ചത് മന്ത്രി മറിയം ഷിയൂനയായിരുന്നു. നരേന്ദ്രമോദി കോമാളിയാണെന്നും ഇസ്രയേലിൻ്റെ കയ്യിലെ പാവയാണെന്നുമുള്ള പരാമർശങ്ങളാണ് അവർ നടത്തിയത്. എന്നാൽ മന്ത്രിമാരുടേത് വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നുവെന്നും തങ്ങളുടെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക നിലപാടല്ലെന്നും മാലി ഔദ്യോഗിക വിശദീകരണം ഇറക്കിയിട്ടുണ്ട്. അതോടൊപ്പം പ്രധാനമന്ത്രിക്കെതിരെ രംഗത്തെത്തിയ 3 പേർക്കെതിരെയും മാലി സർക്കാർ നടപടിയും എടുത്തിരുന്നു. എന്നാൽ മാലി മന്ത്രിമാരുടെ പരാമർശങ്ങളിൽ തലവര മാറിമറിയാൻ പോകുന്നത് ലക്ഷദ്വീപിൻ്റെ തന്നെയാണ്. മാലദ്വീപിനെ ബഹിഷ്കരിക്കൂ, ഇന്ത്യൻ ദ്വീപുകളെ കൂടുതൽ അറിയൂ എന്ന ആഹ്വാനത്തോടെ ഇന്ത്യയിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണമാണ് നടക്കുന്നത്. മാലിയിലേക്കുള്ള വിദേശ ടൂറിസ്റ്റുകളിൽ ഒന്നാമത് ഇന്ത്യക്കാരാണ്. ആ സാഹചര്യത്തിൽ ഇത്തരമൊരു വിവാദം ഉണ്ടായത് തീർച്ചയായും ആ നാടിൻ്റെ ടൂറിസം രംഗത്ത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. എന്നാൽ ഇന്ത്യ വിരുദ്ധനായ മാലി പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവിൻ്റെ അജണ്ടയുടെ ഭാഗമാണ് നിലവിലുയരുന്ന വിവാദമെന്നും ആരോപണമുണ്ട്. പുതുതായി അധികാരത്തിലെത്തിയ സർക്കാർ ഇന്ത്യയുമായി അകന്ന് ചൈനയുമായി അടുക്കാൻ ശ്രമിക്കുന്നുവെന്ന സൂചനകൾക്കിടെയാണ് ഈ വിവാദമെന്നതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആദ്യ വിദേശ സന്ദർശനം ഇന്ത്യയിലേക്ക് എന്ന മാലദ്വീപ് പ്രസിഡന്റുമാരുടെ കീഴ്വഴക്കം പുതിയ പ്രസിഡന്റായി എത്തിയ മുഹമ്മദ് മുയ്സു പാലിച്ചിരുന്നില്ല. ആദ്യം തുർക്കിയും പിന്നീട് UAEയും സന്ദർശിച്ച മുയ്സു ഇന്നലെ ചൈനയിലേക്ക് തിരിച്ചിട്ടുണ്ട്.